നമസ്കാരം. ഡൽഹിയിൽ നിന്ന് വരുവാണേ. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കുവാണല്ലോ. നമ്മുടെ ചെന്നിത്തല സാറും സതീശൻ സാറും വേണുഗോപാൽ സാറും തമ്മിലുള്ള മത്സരം അങ്ങ് ക്ലൈമാക്സിലെത്തി നിൽക്കുക. അപ്പോൾ നമ്മുടെ നിരീക്ഷകരും കേന്ദ്രത്തിൽ നിന്ന് വന്ന ഹൈക്കമാൻഡ് നിരീക്ഷകരും ഇപ്പോൾ ഡൽഹിയിൽ തിരിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ ചാനൽ വിചാരിച്ചു ഒന്ന് ഡൽഹി വരെ പോയി എന്താണ് അവിടുത്തെ ചരടുവലികൾ ഒന്ന് നേരിട്ട് അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? സാധാരണ നമ്മൾ പറയും ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന്. ഇത്തവണ ഹൈക്കമാൻഡിനെ തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ 3 സ്ഥാനാർത്ഥികളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഹൈക്കമാൻഡിൻ്റെ ആൾ തന്നെയാണ്. അതാണ് ഹൈക്കമാൻഡിനെ ഇത്തവണ വെട്ടിലാക്കിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് നിരീക്ഷകരായിട്ട് ഇവിടെ വന്ന ദീപാദാസ് മുൻഷി സാറ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടത് ഇതിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നമ്മുടെ വേണുഗോപാൽ സാറിൻ്റെ കയ്യിലാണത്രേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാനായിട്ട് പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഹൈക്കമാൻഡ് വെട്ടിലായിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഈ മത്സരം എങ്ങനെ മുറുകിയപ്പോൾ നമ്മുടെ വേണുഗോപാൽ സാറിനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വരുന്ന ഒരു നിലയിലാണ് നമ്മുടെ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. എന്നാൽ ജനപിന്തുണ മുഴുവൻ നമ്മുടെ സതീശൻ സാറ്. സീനിയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെന്നിത്തല സാർ. ആരെ ഒഴിവാണ്? എന്തായിരുന്നാലും നമ്മുടെ സതീശൻ സാറിനെ വെട്ടാൻ വേണ്ടി കത്തിയുമായി ഡൽഹിയിൽ നിൽക്കുന്ന നമ്മുടെ വേണുഗോപാൽ സാറിനോട് കേരളത്തിലെ വോട്ടർമാർക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അതെ, കിരീടത്തിലെ സേതുമാധവനോട് തിലകൻ ചേട്ടൻ പറഞ്ഞ അതേ ഡയലോഗ്, മോനെ കത്തി താഴെയിട്. കേരളത്തിലെ വോട്ടർമാരാണ് പറയുന്നത്, കത്തി താഴെയിട്.